ഇന്ന് നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് മിനി വ്ലോഗ് കണ്ടാലോ. അപ്പോൾ ഞാൻ റെഡി ആവാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഗ്രീൻ കളർ വിൻ്റർ സീസണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോക്ക് വിത്ത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഡോട്ട്സ് വരുന്ന ഒരു ജാക്കറ്റാട്ടോ. അതിൻ്റെ കൂടെ ഈ ഒരു ബാഗും കൂടി എടുത്ത് വെച്ചിട്ടുള്ളത്. ഞാൻ എപ്പോഴും സ്കിപ്പ് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് ഈ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. അത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു ഫിറ്റ് എനിക്ക് ഓക്കെ തോന്നിയിട്ടില്ല, ഒരു കംഫർട്ടബിൾ അല്ലാത്തൊരു ഫീലിംഗ്. അപ്പോൾ അതും മാറ്റിയിട്ട് ഞാൻ ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സ് എടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഇട്ടപ്പോൾ ഓക്കെ എന്നൊരു ഫീലായിരുന്നു. അങ്ങനെ ജസ്റ്റ് ഒന്ന് റെഡിയായി. അപ്പോഴാണ് ആലോചിച്ചത് ആ ഒരു ബാഗിൽ അത്യാവശ്യമുള്ള സാധനങ്ങളൊന്നും എടുത്തു വെച്ചിട്ടില്ലെന്ന്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ സ്ഥലങ്ങളിലെല്ലാം പോകുമ്പം ബാഗ് മാറ്റും. കാരണം ജോബ് പ്ലേസൊക്കെ പോകുമ്പം വലിയ ബാഗ് എടുത്താൽ മതിയല്ലോ നമുക്ക് ലഞ്ചൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള കാര്യങ്ങളൊന്നും എടുത്തു വെച്ചിട്ടില്ല. നമുക്ക് മെയിനായിട്ട് മെട്രോ കാർഡ് വേണം. അങ്ങനെ ഞാൻ മെട്രോ കാർഡ് മറ്റേ ബാഗിലായിരുന്നു. അപ്പോൾ ഈ ഒരു ബാഗാട്ടോ ഞാൻ ജോബിന് പോകുമ്പോൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ നേരെ മെട്രോ കാർഡ് എടുത്തു. അപ്പോൾ ഇതിൽ റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പോവാം കേട്ടോ. കീയും നമുക്ക് മെയിനായിട്ട് വേണം, കാരണം മെയിൻ ഡോർ എപ്പോഴും പുറത്തുനിന്ന് ലോക്ക് ചെയ്താൽ പിന്നെ ഉള്ളോട്ട് കയറാൻ പറ്റില്ല നമുക്ക് കീ ഇല്ലാതെ. പിന്നെ ഒരു ചെക്കൻ ഓടി വന്നിട്ട് വേഗം ലിഫ്റ്റൊക്കെ ബട്ടൺസൊക്കെ അമർത്തി. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മെട്രോയിലും നല്ല ബ്ലോക്ക് ആയിരിക്കും കേട്ടോ. പക്ഷേ മെട്രോയിൽ സാധാ ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു. ഞാൻ പിന്നെ വുമൻസിൻ്റെ ഒരു സെക്ഷനിൽ കയറിയത് കൊണ്ടാണോ എന്ന് അറിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മെട്രോ കാർഡ്. ഇത് വെച്ചിട്ട് നമുക്ക് ബസ് മെട്രോയിലൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിരുന്നു. ഇവിടെ 3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ മെട്രോ വരും കേട്ടോ. ഇപ്പം 3 മിനിറ്റിൻ്റെ ഡിഫറൻസ് ആവുള്ളൂ. എന്നിട്ട് ഞാൻ നേരെ യൂണിയനിൽ പോയിട്ടാട്ടോ ഇറങ്ങിയത്. യൂണിയനിൽ നിന്ന് എനിക്ക് മാറിക്കയറണം, കാരണം ഇവിടെ റെഡ് ലൈന് ഗ്രീൻ ലൈൻ എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. ഇവിടെ ഫസ്റ്റൊക്കെ വരുന്നവർ ഏറ്റവും കൂടുതൽ പെട്ടുവന്ന് മെട്രോയിലായിരിക്കും കേട്ടോ. ഞാനൊക്കെ വന്നു കഴിഞ്ഞിട്ടും പെട്ടുകൊണ്ടിരിക്കുന്നു മെട്രോയിൽ തന്നെ. അപ്പോൾ ഈ പോകുന്ന നേരെ വഴി തെറ്റാനുള്ള പോക്കാണ് കേട്ടോ. കാരണം എനിക്ക് ഇവിടെ എത്തിയപ്പോൾ ഏത് സൈഡ് റൈറ്റും ലെഫ്റ്റും എക്സിറ്റ് ഉണ്ട്. അതിൽ ഏത് ഭാഗത്ത് പോയാലും ഈ ഒരു ഷോപ്പിങ്ങിൻ്റെ ഇവിടെ എത്തുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെയല്ല, ഫൈനലി ഇവിടെ എത്തി സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത്, അയ്യോ ഒരു കാര്യം വിട്ടുപോയല്ലോ, ആദ്യമേ എടുത്തു വെച്ച വ്ളോഗ് ഉണ്ടായിരുന്നല്ലോ എന്ന്. അങ്ങനെ ഞാൻ പിന്നെയും വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോഴേക്ക് ഫോണിൽ നോക്കുമ്പോണ്ട് ഫോണിൽ ചാർജും കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഫൈനലി ഇവിടുന്ന് സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇന്നത്തെ പർച്ചേസിങ് എല്ലാം കഴിയും. അപ്പോൾ ഇതാണ് എൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ.